കേരളത്തെ അവഗണിക്കുന്നു. ഫെഡറൽ നൈതികത ലംഘിച്ച് നിരന്തരമായ അവഗണന, രാഷ്ട്രീയ പകപോക്കൽ കാട്ടുന്നു. അവഗണന കാണിക്കുന്നുവെന്ന് മാത്രമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം എന്ന രണ്ടാം തരം നയം തന്നെയാണ് എടുത്തു പൊക്കുന്നത്. ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ടു പോകുന്ന പണത്തിൽ നിന്ന് അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത്. ഔദാര്യമല്ല, അവകാശമാണ്. മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും പിന്നാലെ വിഴിഞ്ഞത്തിലെ VGF-ലും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി. അതും അവഗണിക്കുന്ന ഘട്ടം. ഗ്രാൻഡായി ലഭിക്കേണ്ടത് കടമായി തരുന്ന അവസ്ഥ. ഇതൊക്കെ പ്രതിഫലിപ്പിക്കുന്നത് യാദൃശ്ചികമായ ഒരു രാഷ്ട്രീയമല്ല. ഇതൊന്നും നാലാൾ അധികാരത്തിൻ്റെ ഹുങ്കിൽ തുടരുന്ന മോദി ചേഷ്ടകളും ഗോപിയൻ കൊക്രികളും മനസ്സിലാക്കിക്കൊള്ളുക. ഇത് കേരളമാണ്. മുഖ്യമന്ത്രി അത് പറഞ്ഞു, പിന്തിരിയില്ല എന്ന്. നാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും മക്തിത്തങ്ങളും ഒക്കെ മതിച്ച നവോത്ഥാനത്തിൻ്റെ കേരളം. അതിൻ്റെ തുടർച്ചയിൽ ഇടതുപക്ഷവും മതേതര ശക്തികളും നിറഞ്ഞാടുന്ന കേരളം. കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ പോലും കേരളത്തിനായി ഒരുമിച്ച് പോരാടാൻ മടിയെന്നതും ശ്രദ്ധേയമാണ്. സതീശ വാക്കുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നു കേരളത്തോടുള്ള അവഗണന. ഈ പകപോക്കൽ എന്തിന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോട് മാത്രം?